നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സാനു. പ്രധാന വാർത്തകൾ. ആരോപണ പ്രത്യാരോപണങ്ങളും അവകാശവാദങ്ങളും ഉയർത്തി നേതാക്കൾ. SNDP ജനറൽ സെക്രട്ടറിക്കെതിരെ ഒളിയമ്പുമായി ആലപ്പുഴ DCC പ്രസിഡന്റ് AA ഷുക്കൂർ. അടച്ചിട്ട ബാറുകൾ തുറക്കരുത്, തുറന്നാൽ പ്രക്ഷോഭമെന്ന് മുന്നറിയിപ്പ് നൽകി സംസ്ഥാന മദ്യവർജന കോർഡിനേഷൻ. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനത്തിലൂടെ കുട്ടനാടിന്റെ സമഗ്ര വികസനത്തിന് കൊടിക്കുന്നിൽ സുരേഷ് യത്നിച്ചിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് K. ഗോപകുമാർ. കഴിഞ്ഞ ഇടതുപക്ഷ ഭരണകാലത്ത് നടപ്പിലാക്കാൻ വൈകിയ കുട്ടനാട് പാക്കേജിന്റെ സ്തംഭനാവസ്ഥ ഒഴിവാക്കാൻ കഴിഞ്ഞതായും K. ഗോപകുമാർ KCVയുടെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനത്തിലൂടെ കുട്ടനാടിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി തന്നെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് യത്നിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം, കഴിഞ്ഞ ഇടതുപക്ഷ ഭരണകാലത്ത് നടപ്പിലാക്കാൻ വൈകിയ ആ കുട്ടനാട് പാക്കേജ് ഇപ്പോൾ യാഥാർത്ഥ്യമാക്കി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇന്നിപ്പോൾ എല്ലാ പാടശേഖരങ്ങളുടെയും വർക്കിൻ്റെ ടെൻഡർ നടന്നു. AC കനാലിൻ്റെയും തണ്ണീർമുക്കം ബണ്ടിൻ്റെയും തോട്ടപ്പള്ളി സ്പിൽവേയുടെയും ടെൻഡർ നടന്ന നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ കുട്ടനാട്ടിൽ സിവിൽ സ്റ്റേഷൻ പാലം ഉൾപ്പെടെ സുപ്രധാനമായ പാലങ്ങളുടെയൊക്കെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മറ്റ് റോഡുകളുടെയും ഒക്കെ കാര്യത്തിൽ സ്തുത്യർഹമായ സേവനമാണ് കഴിഞ്ഞ 5 വർഷമായി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് നിർവഹിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലം തന്നെ ജയിപ്പിച്ച ജനതയെ വഞ്ചിക്കുകയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് ചെയ്തതെന്ന് CPI നേതാവ് അഡ്വക്കേറ്റ് ജോയ്ക്കുട്ടി ജോസ്. കുട്ടനാട് സമ്പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങിക്കിടന്ന കാലത്തും റോഡിലൂടെ വള്ളം ഒഴുകി നടന്ന കാലത്തും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത നേതാവാണ് കൊടിക്കുന്നിൽ സുരേഷ് എന്ന് ജോയ്ക്കുട്ടി ജോസ് പറഞ്ഞു. KCVയുടെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 5 വർഷക്കാലം തന്നെ ജയിപ്പിച്ച ജനങ്ങളെയും നാടിനെയും വിസ്മരിച്ച ഒരു MP ആയിരുന്നു കൊടിക്കുന്നിൽ സുരേഷ്. കുട്ടനാട് പാക്കേജ് അക്ഷരാർത്ഥത്തിൽ സംഭവിപ്പിക്കുക മാത്രമല്ല, ഈ കുട്ടനാട് സമ്പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങിക്കിടന്ന കാലത്തും റോഡിലൂടെ വള്ളം ഓടിയ കാലത്തും ഈ നാട്ടിൽ തിരിഞ്ഞു നോക്കാത്തൊരു മനുഷ്യൻ ഈ കുട്ടനാടിനെ വികസിപ്പിച്ചു എന്ന് പറയുന്നത് തികച്ചും വഞ്ചനാപരമാണ്, ജനങ്ങളുള്ള അവഹേളിക്കുന്ന തുല്യമാണ്. കുട്ടനാട് പാക്കേജിന്റെ ഉള്ളടക്കം മറന്നുകൊണ്ടുള്ള പരിപാടികളാണ് കുട്ടനാട്ടിൽ നടക്കുന്നതെന്നും കുട്ടനാടിന്റെ പാരിസ്ഥിതിക പുനഃസ്ഥാപനം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഡോക്ടർ സ്വാമിനാഥൻ പാക്കേജ് വിഭാവനം ചെയ്തതെന്നും SUCI നേതാവ് PR സതീശൻ. കുട്ടനാടിന്റെ പാരിസ്ഥിതിക പുനഃസ്ഥാപനത്തിന് ആവശ്യമായ രീതിയിൽ ഒഴുക്കുണ്ടാക്കാൻ ഇന്നും കഴിഞ്ഞിട്ടില്ലെന്നും PR സതീശൻ KCVയുടെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. കുട്ടനാട് പാക്കേജ് നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ കുട്ടനാട് പാക്കേജിന്റെ ഉള്ളടക്കം മറന്നുകൊണ്ടുള്ള പരിപാടിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. സ്വാമിനാഥൻ ആദ്യം തന്നെ ഈ പാക്കേജുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് വരുമ്പോൾ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉന്നയിച്ചിരുന്നതിൽ കുട്ടനാടിന്റെ പാരിസ്ഥിതിക പ്രശ്നം തകർന്നിരിക്കുന്നു. അപ്പോൾ ഒരു പാരിസ്ഥിതിക പുനഃസ്ഥാപനം ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പാക്കേജ് തന്നെ ഉണ്ടാക്കിയത്. ആ ചർച്ചയിലൊക്കെ ഞാൻ പങ്കെടുത്തിരുന്ന ആളാണ്. അപ്പോൾ ആ പാക്കേജിൻ്റെ ഇൻ ദ മെയിൻ നമ്മുടെ നാടിൻചരമ്പ് പോലെയുള്ള നമ്മുടെ രക്തക്കുഴൽ പോലെയുള്ള നമ്മുടെ ജലാശയങ്ങൾ, കുട്ടനാടിൻ്റെ പാരിസ്ഥിതിക പുനഃസ്ഥാപനത്തിന് ആവശ്യമായ രീതിയിൽ ഒഴുക്ക് വേണം. ആ ഒഴുക്കിൻ്റെ നഷ്ടം ഇവിടുത്തെ വികസനം എന്ന രീതിയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടി എങ്ങനെയും വോട്ട് തട്ടുന്നതിന് വേണ്ടി 10 പാലം ഉണ്ടാക്കുക, റോഡുണ്ടാക്കുക പരിപാടി മാത്രമാണ്. അതിലൂടെ കുട്ടനാടിൻ്റെ പരിസ്ഥിതി തകർന്നിരിക്കുകയാണ്. ഇതിനൊരു പുനഃസ്ഥാപനം ഉദ്ദേശിച്ചുകൊണ്ടാണ് യഥാർത്ഥ പാക്കേജ് വന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു രീതിയിലുള്ള പ്രവർത്തനവും ഇവിടെ നടന്നിട്ടില്ല. ഒളിഞ്ഞും പാത്തും SNDPയെ വിമർശിച്ച് ആലപ്പുഴ DCC പ്രസിഡന്റ് രംഗത്ത്. സാമുദായിക സംഘടനകളെ കൂട്ടുപിടിച്ച് UDFനെ തോൽപ്പിക്കാമെന്ന് ആരും കരുതണ്ടെന്നും AA ഷുക്കൂർ. ആരെല്ലാം വിചാരിച്ചാലും ആലപ്പുഴയിലും മാവേലിക്കരയിലും UDF വൻ വിജയം നേടുമെന്നും ഇതിനു മുമ്പും ആലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ പരസ്യമായി സമുദായ സംഘടനകൾ രംഗത്ത് വന്നിരുന്നെന്നും എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ച ചരിത്രം കോൺഗ്രസിനുണ്ട്. കൊടിക്കുന്നിൽ സുരേഷും KC വേണുഗോപാലും വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും എടത്തുവയിൽ KCV ന്യൂസിനോട് AA ഷുക്കൂർ പറഞ്ഞു. അതിൽ ചിലർ ജാതീയമായി വോട്ട് വാങ്ങാൻ വേണ്ടി രഹസ്യമായ ചില പ്രവർത്തനങ്ങൾ നടത്തി. അതെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ആ ആളുകൾക്ക് അതിന് വലിയ വില കൊടുക്കേണ്ട വരും ഭാവി.
കാരണം മഹത്തായ സാമൂഹ്യ പരിഷ്കരണത്തിന് ഉപകരിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങളെ ചിലർ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചതിന്റെ പരിണിത ഫലം നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. എന്തെല്ലാം ഉണ്ടായാലും ശരി, ഏതെല്ലാം നിഗൂഢ പ്രവർത്തനങ്ങളെയും അടിയൊഴുക്കുകളും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും ഇവിടെ വിജയം UDF-നായിരിക്കും. ശ്രീ KC വേണുഗോപാൽ 50,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ഈ നിയോജകമണ്ഡലം, ആലപ്പുഴ നിയോജകമണ്ഡലം നിലനിർത്തും, യാതൊരു സംശയമില്ല. ക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തിന്റെ പുണ്യസ്മരണയുമായി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിച്ചു. അപ്പവും വീഞ്ഞും വാഴ്ത്തി വിഭജിച്ച് ശിഷ്യർക്ക് നൽകിക്കൊണ്ട് യേശു പരിശുദ്ധ കുർബാനയുടെ ഓർമ്മ പുതുക്കലാണ് പെസഹ വ്യാഴമായി ലോകമെമ്പാടും ആചരിക്കുന്നത്. ശിഷ്യരുടെ പാദം കഴുകി യേശുദേവന്റെ മാതൃക പിന്തുടർന്ന് ദേവാലയങ്ങളിൽ വ്യാഴാഴ്ച കാൽകഴുകൽ ശുശ്രൂഷ നടന്നു. സംസ്ഥാനത്ത് നിലവാരമില്ല എന്ന് കണ്ടെത്തിയ ബാറുകൾ അടച്ചുപൂട്ടിയ ശേഷം വീണ്ടും തുറക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ സമരം ആവിഷ്കരിക്കുമെന്ന് സംസ്ഥാന മദ്യവർജന കോർഡിനേഷൻ മുന്നറിയിപ്പ് നൽകി. ഘട്ടം ഘട്ടമായി മദ്യം നിരോധിക്കണമെന്നത് സാംസ്കാരിക കേരളത്തിന്റെ ആവശ്യമാണ്. ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്ന പല ബാറുകളും നിലവാരം ഉയർത്തിക്കാണിക്കുവാൻ കെട്ടിടം പെയിന്റ് അടിച്ച് മോടി പിടിപ്പിക്കുന്ന തിരക്കിലാണ്. 731 ബാറുകൾ ഉള്ളതിൽ 418 എണ്ണമാണ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നത്. ലൈസൻസ് പുതുക്കി നൽകുന്ന കാര്യത്തിൽ 21-ന് ചേരുന്ന KPCC യോഗത്തിൽ തീരുമാനമെടുക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ പ്രസാദ് ഭാസ്കർ, C മോനിച്ചൻ, രാജേഷ് KR വൈക്കം എന്നിവർ അറിയിച്ചു. അപ്പം ഘട്ടം ഘട്ടമായി മദ്യം നിരോധിക്കണമെന്നുള്ളത് സാംസ്കാരിക കേരളത്തിന്റെ ആവശ്യമാണ്. ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്ന പല ബാറുകളും നിലവാരം ഉയർത്തി കാണിക്കുവാൻ പെയിന്റ് അടിച്ച് മോടി പിടിപ്പിക്കുന്ന തിരക്കിലാണ്. അപ്പം 731 ബാറുകളുള്ളത് 418 എണ്ണമാണ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നത്. ലൈസൻസ് പുതുക്കി നൽകുന്ന കാര്യത്തിൽ 21-ന് ചേരുന്ന KPCC യോഗത്തിൽ തീരുമാനമെടുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. അപ്പോൾ ഇതിനെതിരെ നമ്മുടെ KPCC പ്രസിഡന്റ് ശ്രീ VM സുധീരൻ പോലും പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. സുധീരിന്റെ ശക്തമായ നിലപാടിന് സംസ്ഥാനത്ത് വിവിധ മദ്യവർജന സമിതികളുടെ പിന്തുണ ഉണ്ടാകും. ഇത് സംബന്ധിച്ച് KPCC പ്രസിഡന്റിനും എക്സൈസ് വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകുവാനുള്ള തീരുമാനത്തിലാണ്. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല.
അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജ്വല്ലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജ്വല്ലറി, മുല്ലക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. വേനൽ മഴ ശക്തമായി തുടരുമ്പോൾ കുട്ടനാട്ടിൽ 15% പാടശേഖരങ്ങൾ കൊയ്യാൻ ആളെ കാത്തുകിടക്കുന്നു. വേനൽ മഴ ഭയന്ന് കൊയ്ത്തന്ത്രങ്ങൾ തിരികെ പോകാൻ തുടങ്ങിയതാണ് കർഷകർക്ക് തിരിച്ചടിയായത്. കുട്ടനാട്ടിലെ പുഞ്ചക്കൊയ്ത്ത് 80% പൂർത്തിയായ സാഹചര്യത്തിൽ വേനൽ മഴ തുടരുന്നതിനാൽ ബാക്കി കൊയ്യാൻ ഏജന്റുമാർക്ക് താൽപര്യമില്ല. മഴ നിമിത്തം പാടശേഖരങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊയ്ത്തന്ത്രങ്ങൾ പുതഞ്ഞു പോകുന്നതാണ് കൊയ്ത്തിന് ഏറെ ബുദ്ധിമുട്ടാകുന്നത്. മഴയും കാറ്റും നിമിത്തം നെൽച്ചെടികൾ വീണടിയുന്നതും കൊയ്ത്തിന് ബുദ്ധിമുട്ടാകുന്നു. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊയ്ത്തന്ത്രങ്ങളെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ ഒന്നും ഉയർന്നിരുന്നില്ല. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി കെയ്ഗോ വാങ്ങിയ കൊയ്ത്തന്ത്രങ്ങൾ പ്രയോജനപ്പെട്ടില്ലെങ്കിലും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ യന്ത്രങ്ങൾ പരാതികൾക്കിടയില്ലാതെ കൊയ്ത്ത് നടത്തിയിരുന്നു. എന്നാൽ വേനൽ മഴ കനത്തതോടെ അന്യ സംസ്ഥാന കൊയ്ത്തന്ത്രങ്ങൾ പിൻവലിയാൻ തുടങ്ങി. വേനൽ മഴയിൽ ആയിരക്കണക്കിന് ഏക്കർ നെല്ലാണ് വീണടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശക്തമായ മഴയിലും ചുഴലിക്കാറ്റിലും പെട്ട് എടത്വാപ്പള്ളി പെരുന്നാളിനോട് ബന്ധിച്ച് പണിതുകൊണ്ടിരുന്ന പന്തൽ തകർന്ന് വീട് 2 പേർക്ക് പരിക്കേറ്റു. ചങ്ങനാശ്ശേരി ഇല്ലംപള്ളി EJ സെബാസ്റ്റ്യൻ, നെല്ലിപ്പള്ളി തോമസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പന്തലിലുണ്ടായിരുന്ന നിരവധി വാഹനങ്ങൾക്കും സാരമായി കേടുപാടുകൾ സംഭവിച്ചു. എടത്വ പള്ളിക്കും സെന്റ് അലോഷ്യസ് സ്കൂളിനും മധ്യയാണ് പന്തൽ പൊളിഞ്ഞു വീണത്. അതേസമയത്ത് തന്നെ കാറ്റിൽ എടത്വ പാലത്തിന് സമീപം ഉണ്ടായിരുന്ന മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണ് വൈദ്യുതി ലൈനുകൾക്കും തകരാറുണ്ടായി. മാവേലിക്കരയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ബുധനാഴ്ച വൈകുന്നേരത്തോടെയാണ് ശക്തമായ മഴയിലും കാറ്റിലും പെട്ട് വ്യാപക നാശനഷ്ടങ്ങൾ കുട്ടനാട്ടിലുണ്ടായത്. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ അസമയത്ത് ഉണ്ടായ ഒരു വലിയ മഴ, അതോടൊപ്പം ഉണ്ടായ കാറ്റ്, കൊയ്യാൻ വേണ്ടി ഇന്ന് മാറ്റിവെച്ചിരുന്ന പാടശേഖരങ്ങളിൽ ഉണ്ടായ കനത്ത നഷ്ടം ഒരിക്കലും കൃഷിക്കാർക്ക് കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ആ നഷ്ടത്തിന് കാരണമാക്കിയത് ഈ ഉണ്ടായ കനത്ത മാരിയാണ്. എന്തായാലും ഗവൺമെന്റ് ഇടപെടലുണ്ടാകണം. അതോടൊപ്പം തന്നെ കൃഷിക്കാർ നിരന്തരമായി ആവശ്യപ്പെട്ടു വരുന്ന ചില കാര്യങ്ങളിൽ നടപടി ഉണ്ടായില്ല. തെരഞ്ഞെടുപ്പായതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനങ്ങളുടെ ഭാഗമാകും എന്നുള്ളത് കൊണ്ട് ഗവൺമെന്റ് അക്കാര്യത്തിൽ പിന്നാലെ തീരുമാനമെടുക്കാമെന്ന് വെച്ചിരുന്നതും. 100 മേനി കൊയ്ത് തലവടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിലാണ് സ്കൂൾ 100% വിജയം നേടിയത്. ഗവൺമെന്റ് സ്കൂളുകൾക്ക് മാതൃകയായിരിക്കുകയാണ് തലവടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് നമ്മുടെ മക്കളെ വിടാൻ മടിക്കുന്ന സാഹചര്യത്തിലാണ് 100% വിജയം നേടിയത് ശ്രദ്ധേയം. മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ ആർദ്ര സന്തോഷിനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് U പ്രതിഭാഹരി എത്തി അഭിനന്ദിച്ചു. 100% വിജയം കൈവരിച്ച 56 സ്കൂളുകളുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് നില വലിയ അഭിമാനമാണ്. ജില്ലാ പഞ്ചായത്തിന്റെ തന്നെ ഒട്ടനവധി സ്കൂളുകളുണ്ട്. 48 സ്കൂൾ ജില്ലാ പഞ്ചായത്തിന്റെ ഉണ്ട്. അതിൽ ബഹുഭൂരിപക്ഷത്തിനും ആ റെക്കോർഡ് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല SLCക്ക് പ്രത്യേകമായ റിഫ്രഷ്മെന്റ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് പ്രത്യേക കോച്ചിങ്ങിന് ഞങ്ങൾ വർഷങ്ങളായി ചെയ്യുന്നുണ്ട്. അതും വളരെ നന്നായി തന്നെ ഈ വർഷം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇനിയും കൂടുതൽ ആഗ്രഹിക്കുന്നു. 100% എല്ലാ സ്കൂളിനും കിട്ടുന്ന ഒരു റിസൾട്ടിലേക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ രൂപത്തിൽ നമ്മുടെ മിടുക്കരാണ് കുട്ടികൾ, അവർക്കത് സാധിക്കും. അവർക്ക് വേണ്ടി അതിനെല്ലാം പ്രോത്സാഹനം കൊടുത്ത മുഴുവൻ രക്ഷകർത്താക്കളുണ്ട്, അവരെ പഠിപ്പിച്ച അധ്യാപകരുണ്ട്. ഇതൊരു കൂട്ടായ്മയുടെ വിജയമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഒരുപാട് അധ്യാപകരുടെ വളരെ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങൾ, അതിനേക്കാൾ ഉപരിയായിട്ട് സമൃദ്ധരായ കുഞ്ഞുങ്ങളുടെ ഹാർഡ് വർക്ക്, അവരുടെ രക്ഷകർത്താക്കളുടെ ശ്രമം. നെടുമുടി നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും A+ന്റെ പൊൻതിളക്കവുമായി വിദ്യാർത്ഥികൾ. 98% വിജയത്തിനൊപ്പം എല്ലാ വിഷയത്തിനും A+ നേടിയ 7 വിദ്യാർത്ഥികളും നാടിന് അഭിമാനമായി. അനന്തലക്ഷ്മി, അശ്വന്ത്, അഞ്ജലി ദീപുരാജ്, അർച്ചന, ശ്രീഹരി, അശ്വതി പ്രസാദ് എന്നിവരാണ് എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങിയത്. കഴിഞ്ഞ ദിവസം പെയ്ത വേനൽ മഴയിൽ വ്യാപക നാശം. വെളിയനാട് പഞ്ചായത്തിലെ 8ാം വാർഡ് AC കോളനിയിൽ ഇടിയിലും മിന്നലിലും വീട് തകർന്നു.
ഇടിയിലും മിന്നലിലും വെളിനാട് പഞ്ചായത്തിലെ 8ാം വാർഡിൽ കൊല്ലം പറമ്പിൽ അനിരുദ്ധന്റെ വീട് ഇടിയിലും മിന്നലിലും മേൽക്കൂര പൂർണ്ണമായും തകർന്നു. 6 വർഷം മുമ്പ് വെളിനാട് പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് അനിരുദ്ധൻ വീട് നിർമ്മിച്ചത്. ഏകദേശം 2 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഇനിയും ചരമവാർത്തകൾ. തെക്കേക്കര ഗീതാഭവനത്തിൽ KK മണിയൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച 9-ന് വീട്ടുവളപ്പിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോപണ പ്രത്യാരോപണങ്ങളും അവകാശവാദങ്ങളും ഉയർത്തി നേതാക്കൾ. SNDP ജനറൽ സെക്രട്ടറിക്കെതിരെ ഒളിയമ്പുമായി ആലപ്പുഴ DCC പ്രസിഡന്റ് AA ഷുക്കൂർ. അടച്ചിട്ട ബാറുകൾ തുറക്കരുത്, തുറന്നാൽ പ്രക്ഷോഭമെന്ന് മുന്നറിയിപ്പ് നൽകി സംസ്ഥാന മദ്യവർജന കോർഡിനേഷൻ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.